ഞാൻ പറഞ്ഞതെല്ലാം മറന്നുപോയി അല്ലേ? മക്കളുടെ സങ്കടങ്ങളൊക്കെ മദ്യം കണ്ടപ്പോ അതിനൊപ്പം ഒഴുകിപ്പോയല്ലേ? എന്ത് നല്ല കുടുംബ, എന്ത് നല്ല മക്കളാ. ഏയ് ഒന്നുമില്ല. ഞാൻ ഏട്ടനെയും പാറുവിനെയും പറ്റി ഓർക്കുമായിരുന്നു. അമ്മാവന്റെ വീട്ടിൽ വെച്ച് അവരെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അല്ലേ? അവിടെ വെച്ച് മാത്രല്ല, ഏട്ടനും ഏട്ടത്തിയമ്മയും എവിടെ വെച്ച് ഒന്നിച്ച് കണ്ടാലും നല്ല ഭംഗി തന്നെയാ. അതേതായാലും സത്യം. സിനിമയിലൊക്കെ കാണുന്ന നായികയും നായകനും പോലെ ഉണ്ട്. ഏട്ടൻ ഹീറോ, ഏട്ടത്തിയമ്മ ഹീറോയിൻ. ഏട്ടൻ ഇപ്പൊ വെറും ഹീറോ അല്ല, മാസ് ഹീറോയാ. അമ്മാവന്റെ മുമ്പിലുള്ള ആ ഇരിപ്പും സംസാരമൊക്കെ കാണുമ്പോ ശരിക്കും അടിപൊളിയായിരുന്നു. ഞാനും അതാ ഓർത്തെ. ഏട്ടൻ ഇങ്ങനെ മാറുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. ഏട്ടത്തിയമ്മ എന്തോ പറയാ, പിക്ചർ അബീബി ബാക്ക്, പിക്ചർ അബീബി ബാക്കി അങ്ങനെ എന്തോ അല്ലേ ഏട്ടത്തിയമ്മ പറയാറുള്ളത്? ഇനി എന്തൊക്കെ മാറ്റങ്ങളാ വരാൻ പോകുന്നെന്ന് ഇനി ഞങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ചേച്ചി സ്കൂളിലെ ടീച്ചറാണെങ്കിൽ നമ്മുടെ ഏട്ടന്റെ ടീച്ചറാ ഏട്ടത്തിയമ്മ. ഹലോ, മതി മതി, ഇന്നത്തെ സഭ പിരിച്ചുവിട്ടിരിക്കുന്നു. ഇനി എല്ലാരും വേഗം പോയി ഉറങ്ങാൻ നോക്ക്. ഇത് ഉറങ്ങാനുള്ള അലാമാണ്. ഇന്നു മുതൽ എല്ലാരും കൃത്യസമയത്ത് ഉറങ്ങണം, കൃത്യസമയത്ത് എണീക്കണം. എല്ലാ കാര്യങ്ങൾക്കും ഇന്നു മുതൽ കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം, പ്രത്യേകിച്ച് ഉറക്കത്തിന്റെ കാര്യത്തില്. അറിയാലോ, ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ ധാരാളം അസുഖങ്ങൾ ഉറക്കക്കുറവ് കാരണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. സോ ഫ്രം ടുനൈറ്റ് ഓൺവേർഡ്സ് വി മസ്റ്റ് പ്രയോറിറ്റൈസ് അവർ ഹെൽത്ത്. We all need 7 to 8 hours of sleep, which is non-negotiable from today. Okay? ഇത് ഗിരിയേട്ടനും ബാധകമാണ്. ഇതുവരെ ജീവിച്ചത് പോരാ, ചിട്ടയും ക്രമവും ഗിരിയേട്ടനും വേണം. ഉറങ്ങാൻ മാത്രമല്ല, നാളെ മുതൽ ഉണരാനും ഈ അലാം ഉണ്ടായിരിക്കും. ഞാൻ രാവിലെ എഴുന്നേക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തവരൊക്കെ അകത്തും തെറ്റ് ചെയ്യാത്തവർ പുറത്തുവാ. അച്ഛനല്ലേ അത്? ആരാ എന്നെ ചതിച്ചേ? ആരാണെന്ന്? ബന്ധുക്കളാണോ? ബന്ധുക്കളെല്ലാം ശത്രുക്കളാ, എല്ലാം ശത്രുക്കളാ. നീ എവിടെ പോയാ ഒളിച്ചിരിക്കുന്നേ? നീ മരിച്ചോ? മരിച്ചു പോയോ? അച്ഛനോട് ഞാൻ ഇനി കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ഇനി ജീവിതത്തിൽ കുടിക്കില്ലെന്ന് അച്ഛൻ എനിക്ക് സത്യം ചെയ്തു തന്നിട്ടുള്ളതല്ലേ? എന്നിട്ടിപ്പോ ഞാൻ കുടിച്ചു പോയി മോളെ, കുടിച്ചു. അച്ഛൻ കൂടി നിർത്താനൊന്നും പോകുന്നില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഏട്ടത്തിയമ്മേ? അച്ഛൻ നന്നാവുന്ന ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷ അച്ഛൻ നശിപ്പിച്ചത്. എന്റെ അച്ഛൻ കുടി നിർത്തിന്ന് ഞാൻ വലിയ കാര്യത്തില് കൂട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞത്. ഇനി അത് വലിയ നാണക്കേടാവില്ലേ? ഞങ്ങൾ ഒരുപാട് സന്തോഷ. ഞങ്ങളെ വീണ്ടും അച്ഛൻ ഇനി കുടി നിർത്തില്ല, ഒരിക്കലും നിർത്തില്ല. ഇങ്ങനെ കുടിച്ചു കുടിച്ച് നശിക്ക്. ഗിരിയേട്ടാ, ഗിരിയേട്ടൻ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. നിങ്ങള് അകത്തേക്ക് പോക്കോ. അല്ല പാറു, അച്ഛനെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ചെല്ല് ചെല്ല് മോളെ. കുഞ്ഞി ചെല്ല്.
ഞാൻ പറഞ്ഞതെല്ലാം മറന്നുപോയി അല്ലേ? മക്കളുടെ സങ്കടങ്ങളൊക്കെ മദ്യം കണ്ടപ്പോ അതിനൊപ്പം ഒഴുകിപ്പോയല്ലേ? എന്ത് നല്ല കുടുംബ, എന്ത് നല്ല മക്കളാ. എന്തിനാ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്? ഇങ്ങനെ കുടിക്കാൻ മാത്രം എന്ത് പ്രശ്നം അച്ഛനുള്ളത്? അവള് എന്റെ ഗംഗ, അവള് പോയപ്പോഴാ എന്റെ കുടുംബം തകർന്നത്. ഞാൻ തകർന്നു പോയത്. അവൾ ആ ശാന്തിക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് ഞാൻ വിശ്വസിക്കില്ല. എന്റെ ഗംഗ അത്തരക്കാരിയല്ല. ഇതിനു പുറകിൽ വേറെന്തൊക്കെയുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ആർക്കറിയാം? എന്തായാലും കുടുംബത്തിന് വലിയ ദുഷ്പേരായി. ആ പേര് ദോഷം ഇനി മാറൂ? ഒരിക്കലും മാറില്ല. ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും? മരിച്ചാലും മറക്കാനാവാത്ത നശിച്ച ഓർമ്മകളാ. ഓർക്കുമ്പോ ഭ്രാന്ത് പിടിക്കും. ആ ഭ്രാന്ത് മാറാനാ ഞാൻ കുടിക്കുന്നത്. കുടിക്കാതെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ആ ഗതിയിലായിപ്പോയി ശങ്കരന്റെ ജീവിതം. കുടിച്ചു മരിച്ച അച്ഛന്റെ പെൺകുട്ടികളുടെ ജീവിതമൊന്നും അച്ഛന് കാണണ്ടല്ലോ. അതിന് ഗിരിയുണ്ടല്ലോ. എന്റെ പെമ്മക്കളെ അവൻ നോക്കിക്കോളും. അങ്ങനെ പറഞ്ഞ കഴിഞ്ഞല്ലോ അല്ലേ? സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാലോ. അച്ഛാ, മദ്യപിക്കുന്നവര് മദ്യപിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളും ന്യായങ്ങളും കണ്ടെത്തും. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കണം, മദ്യം ആശ്വാസത്തിനുള്ള മരുന്നൊന്നുമല്ല. അതൊരു മാരകമായ വിഷമാണ്. അതിനെ സ്വർണ്ണപാത്രത്തിൽ പകർന്നു കിട്ടിയാലും അമൃതല്ല. മദ്യം നൽകി സൽക്കരിക്കാനും പറ്റിക്കാനും ഒരുപാട് പേരുണ്ടാവും. ഉപദേശിക്കാനും നന്നാക്കാനും ആരുണ്ടാവില്ല. പറ്റിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ മോള് പറഞ്ഞത് ശരിയാ. കള്ളൊഴിച്ചു തന്ന ഒരുപാട് പേര് എന്നെ പറ്റിച്ചിട്ടുണ്ട്. എന്റെ സ്വത്തുവകകൾ കണ്ടമാനം ആ വകയിൽ ഒരുപാട് പേര് പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പലരും എന്നെ കൊണ്ട് പലതിലും ഒപ്പിടിപ്പിച്ചിട്ടുണ്ട്.